സ്വാമിയെ ശരണമയ്യപ്പ. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഉച്ച ആഹാരം ഇവിടെയാണ്. ഇവിടെ നിന്ന് നമ്മളിനി അടുത്ത് പോകുന്നത് അങ്കമാലിയിലേക്കാണ്. അപ്പോൾ ഈ 4 ദിവസത്തെ യാത്ര അത് എങ്ങനെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം വിത്തുണ്ണി അമ്പലത്തിൽ നിന്ന് നമ്മുടെ അയ്യപ്പന്മാർ കുറച്ച് കാശൊക്കെ സ്വരൂപിച്ച് അവിടെ ഒരു അന്നദാനം കൊടുത്തിട്ടായിരുന്നു നമ്മളവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. വൈകുന്നേരം നമ്മൾ അതിനുശേഷം അവിടെ നിന്നൊരു 5 മണിക്ക് അല്ലേ 5 മണിക്ക് നമ്മൾ 5 മണിക്ക് നടന്നിട്ട് നമ്മൾ എവിടെ എത്തിയിരുന്നു? കോൾമത്തായിരുന്നു വന്ന് നമ്മൾ. കോൾമത്ത് അവിടെ നിന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ? ഒരു 10-12 കിലോമീറ്റർ അല്ലേ സമയങ്ങളെ? 12 കിലോമീറ്ററിലായിരുന്നു നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ കോൾമന്നത്ത് രാത്രി കുറച്ച് നേരത്തെ എത്തി, കാരണം 12 കിലോമീറ്ററിലേ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം കൊണ്ടായതുകൊണ്ട് കുറച്ച് ചെറുതായിട്ട് നടക്കാമെന്നായിരുന്നു എല്ലാവരും അഭിപ്രായം അല്ലേ? എന്നിട്ട് അവിടെ എന്തായിരുന്നു നമ്മൾ ആഹാരം കഴിച്ചത്? അവിടെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ സേവാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഉഴുന്നുവടി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ആ അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലൊരു അമ്പലമായിരുന്നു, ഇഷ്ടപ്പെട്ടു. നമുക്ക് കടക്കാനുള്ള സൗകര്യം, അതായത് നടന്നു പോകുന്ന അയ്യപ്പന്മാർക്ക് കടക്കാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ രാവിലെ നമ്മൾ അവിടെ കുളിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടേക്ക് പോയി. പട്ടിക്കാട് മംഗലം വടക്കാഞ്ചേരി മംഗലം ഭജനമടത്ത് എത്തി. എത്ര മണിക്ക് നമ്മൾ രാവിലെ ഒരു 10-10:30 ആകുമ്പോഴേക്കും 8 മണി 8-9 മണിക്ക് അല്ല, ഓരോരുത്തരും ഓരോ ടൈമാണ്. നമ്മൾ എത്ര മണിക്ക്? എന്നാൽ ഏകദേശം എത്ര മണിക്ക് എത്തിയിട്ടുണ്ടാവും? 9 മണിക്ക് എത്തി. അവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും കിട്ടി. നല്ലൊരു അമ്പലമായിരുന്നു. ഈ അമ്പലങ്ങൾ, അതായത് ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ നടന്നു പോകാൻ പറ്റുന്ന സ്വാമിമാർ, ഇപ്പോൾ നടന്നു പോകാൻ ചില സ്വാമിമാർക്ക് ആഗ്രഹം ഉണ്ടാവും, അവർ ടീമായിട്ട് നടന്നു പോകണം. ഒരു പേരോ 2 പേരോ ആയിട്ട് നടന്നു പോകുമ്പോൾ ഈ ബാഗുകൾ തൂക്കേണ്ടി വരും. പിന്നെ നമുക്ക് കടക്കാനുള്ള സൗകര്യം, അതുമാതിരി ആഹാരത്തിന് സൗകര്യം. ഇപ്പം നമ്മളിപ്പോൾ 25 പേരുണ്ട്. 25 പേർക്ക് ഈ വണ്ടി കണ്ടില്ലേ, ബാക്കിൽ കാണുന്ന വണ്ടി കണ്ടില്ലേ, ഈ വണ്ടി നമുക്ക് വേണ്ടിയിട്ട് ആഹാരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വരുന്ന വണ്ടിയാണ്. ഇതിലെല്ലാ ഭക്ഷണം കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഭാഗങ്ങളിൽ ആഹാരം ഇപ്പോൾ ഹോട്ടലിൽ ചിലപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേറെ പ്രശ്നം വരും. കാരണം 12-13 ദിവസത്തെ യാത്രയാണ്. ഇത് ക്ലിയർ ആകണം എപ്പോഴും. മെയിനായിട്ട് നമ്മുടെ പ്രശ്നം വരെ ആഹാരം തന്നെയാണ്. അത് ക്ലിയർ ആയില്ലെങ്കിൽ മൊത്തം മോശം പോയി എന്ന മാതിരിയാണ് അല്ലേ? അത് കഴിഞ്ഞ് നമ്മളവിടെ പോയി പട്ടിക്കാട് എത്തി. എത്ര മണിക്ക് എത്തി നമ്മൾ? പട്ടിക്കാട് രാത്രിയാണ് എത്തിയത്. നമ്മളൊരു 10 മണിയായി കാണും. പട്ടിക്കാട് നമുക്ക് അമ്പലം, ഏത് അമ്പലമായിരുന്നു? പട്ടിക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലായിരുന്നു. പട്ടിക്കാട് നമുക്ക് അതേമാതിരി എല്ലാവിധ, അതായത് ഈ അമ്പലങ്ങളിൽ നമ്മൾ കയറുമ്പോൾ അവിടെയുള്ള ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. നമ്മൾ ഒന്നാമത് ആ നേരത്തെ കാലത്ത് എത്തുക, അവിടെ അമ്പല ദർശനം നടത്തുക, അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള സൗകര്യങ്ങൾ, കാരണം ഒന്നെങ്കിൽ സേവാഭാരതി പ്രവർത്തകർ അല്ലെങ്കിൽ സംഘത്തിൻ്റെതായ പ്രവർത്തകർ, ഇതെല്ലാം നമുക്ക് അവിടെ അവരുണ്ട്. അവർ വന്നിട്ട് നമ്മളെ കൊണ്ട് ചോദിക്കും, നിങ്ങൾ എത്ര പേരുണ്ട്, നിങ്ങൾക്ക് ആഹാരം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഹാരം വെച്ച് കഴിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവർ തയ്യാറാക്കി തരുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ പട്ടിക്കാട് നിന്ന് നമ്മൾ അവിടെ നിന്ന് രാവിലെ പുറപ്പെട്ടിട്ട് 3-ാമത്തെ ദിവസം നമ്മൾ എത്തിയത് കുട്ടനല്ലൂരായിരുന്നു. കുട്ടനല്ലൂർ ഏത് ഭഗവതി ക്ഷേത്രമായിരുന്നു അല്ലേ? അപ്പോൾ ചില ഭാഗങ്ങളിൽ നമ്മൾ എത്തുന്ന സമയം മാറുമ്പോൾ നമുക്ക് ദർശനം കിട്ടത്തില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ആ ഒരു ഭഗവാന്റെ ഒരു നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ അതിൻ്റെതായ ഐശ്വര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ നമുക്ക് ദർശനം കിട്ടൂല. അവിടെ എങ്ങനെയായിരുന്നു? നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു 2 മാസം അയ്യപ്പന്മാർ വരുന്ന ഈ 2 മാസം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടുത്തെ ദേവസ്വം നമുക്ക് ചെയ്തു തരുന്നുണ്ട് അല്ലേ? എല്ലാ അമ്പലങ്ങളിലും നമ്മൾ ചില ഭാഗങ്ങളിൽ, ചില അമ്പലങ്ങളിൽ, അത് കഴിഞ്ഞ പ്രാവശ്യം പോയ അയ്യപ്പന്മാർ ഈ ചില പ്രശ്നങ്ങൾ, അപ്പോൾ ഈ മണ്ഡപം തുറന്നു തരുന്നത്, എന്നാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ കാര്യങ്ങൾ നമ്മളെല്ലാം പൊറുപ്പും ഏൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ക്ലിയറാണ്. ഏത് അമ്പലത്തിലും ഒരു കുഴപ്പമില്ല നിലവിലില്ലേ? ശരിയല്ലേ? അത് കഴിഞ്ഞ് നമ്മളവിടെ പോയി കൊടകര പൂനിലാക്കാവിലെത്തി. വൈകുന്നേരം എത്തി. വൈകുന്നേരം നമ്മൾ പൂനിലാക്കാവിലെത്തിണ്ടായിരുന്നു. നല്ലൊരു അമ്പലമായിരുന്നു അല്ലേ? ഈ അമ്പലങ്ങളിൽ നമ്മൾ ചില അമ്പലങ്ങളിൽ കുളമായിരിക്കും, കുളിക്കാനുള്ള സൗകര്യം അവിടെ കുളമായിരിക്കും. ചില അമ്പലങ്ങളിൽ പുഴയുണ്ടാവും, കുളിക്കാനുള്ള സൗകര്യം ആയിക്കോട്ടെ. അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ നമ്മൾ ബാത്റൂമിലാണ്, എല്ലാം കൊണ്ട് സൗകര്യമുണ്ട് അല്ലേ? സ്വാമി ശരണം, സ്വാമിയെ ശരണം അയ്യപ്പ. ഇനിയിപ്പോൾ നമ്മൾ ചാലക്കുടി എത്തിയപ്പോൾ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്തത് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്നുള്ള വീഡിയോ നമ്മൾ അടുത്തിടുന്നതായിരിക്കും അല്ലേ? സ്വാമി ശരണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് ആൾക്കാരെ നമ്മളിപ്പോൾ ഈ കാണുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ കാണിച്ചു തന്നു. ഇനി നമ്മൾ കുറച്ച് പേരും കൂടി ഉണ്ട്. അടുത്ത വീഡിയോയിലേക്ക് അവരെ നമുക്ക് കാണിക്കാം, പരമാവധി ഉൾക്കൊള്ളിക്കാം.